എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അടക്കട്ടെ, ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു രസം വേണ്ടേ? ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എൻഡിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. Your enemy landed. Carefully. എവിടെയുള്ള തെളിവ്? പിന്നെ നിന്റെ അച്ഛനുള്ള എനിക്ക് ശമ്പളം തന്നെ എന്നെ ജോലിക്ക് വെച്ചേക്കണേ. തെളിവ് കാണിച്ചു പറയടാ. എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ. തെളിവ് കാണിച്ചു പറയടാ. കൈനീട്ടം വൈകിട്ടായ കുഴപ്പമുണ്ടോ? എന്റെ പൊന്നോ, അദ്ദേഹത്തിന് പറയാനൊരു അവസരം കൊടുക്കുന്നേ. ഇതെന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. It got to a point where it was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. ഏതായാലും വേണ്ടിയിരുന്നില്ല, വെറുതെ ഒരു പ്രശ്നം ഉണ്ടായി. ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. നീയേ നന്നല്ല, പിന്നല്ല നിന്റെ മനസ്സ്. ജാത്യാലുള്ളത് തൂത്താ പോവില്ലെന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോണ്ട് പുട്ട് യുവർ ഐഡിയാസ് ഇൻ ടു മൈ മൗത്ത്. ഒരു കാഴ്ച കൂടെ ഉണ്ട്, അതുകൂടെ കണ്ടോ. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാ. ചെവിട് അടച്ചുപോയി. മുതലാളി മോളെയും കുറിച്ച് പറയാത്ത ചീത്ത ഒന്നുമില്ല. നാണക്കേട്. ആളുകളൊക്കെ കേട്ട് നിന്ന് ചിരിക്കുക. തെളിവ് കാണിക്കേ. പ്രത്യേകം പറഞ്ഞിരുന്നു പരിപാടി നിർത്തിയിട്ട് വല്ല മുറുക്കാൻ കട വരെ തുടങ്ങിക്കോളാൻ. ഒരു പറയുമ്പോ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവ അച്ഛനേക്കാൾ വലുത് മറ്റു പലതുമാണെന്ന് താൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. നിന്റെ തീട്ടപ്പടത്തിൽ പുച്ഛത്തിന് കുറവൊന്നുമില്ല. രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അത്രയും തീട്ടപ്പടോ തീട്ടപ്പടം. അംഗമട്ടഹാസം എന്ന് പറഞ്ഞ സിനിമ. എടാ മാധവ് സുരേഷ് എന്താ ഉണ്ടെങ്കിൽ നീ എവിടുന്നാടാ ഇങ്ങനെ ആളെ പേടിപ്പിക്കലേ പറഞ്ഞു. ഞാൻ ഉറക്കത്തിക്കാന്ന് ഞെട്ടും. തെളിവ് കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് പൈസ വാങ്ങിച്ചത് എനിക്കറിയില്ല. ഇവൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കകത്തുണ്ട്. അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. കേട്ടിട്ടുണ്ടല്ലോ ഗോകുൽ സുരേഷ്. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 എണ്ണം പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല. കഥയിൽ ചോദ്യമില്ല, ബാക്കി ഞാൻ പറയാം. പഠനത്തിനൊക്കെ എത്ര ഞാൻ മാന്യമായിട്ട് എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട പോസിറ്റീവ് റിവ്യൂ കൊടുത്ത ആളാണ് ഞാൻ. നിന്റെ അച്ഛന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്. അറിയോ? വെറുതെ ഇല്ലാ വചനം പറഞ്ഞാലുണ്ടല്ലോ, വായി മനസ്സ് അറിയാത്ത കാര്യമാണ്. ബടാ ദോസ്തൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടവണ ഞാൻ. ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഗുളിപ്പടാ നിനക്ക് എന്നെ കുറിച്ച് പറയാൻ. അത്രയും വേണ്ടായിരുന്നു ശങ്കര. അവർക്ക് വെറുതെ വൈരാഗ്യം കൂടും. പിന്നെ അത് പോരായിരുന്ന എന്റെ അഭിപ്രായം. ഞാൻ വെല്ലുവിളിക്കുന്നു. I challenge you. I dare you. I double dare you. ഈശ്വര, വല്ലയിടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവച്ച പോലെ ആയല്ലോ. നിന്റെ ഒരു ശൗല്യവയാ. എന്താ എന്റെ ഉള്ളിൽ നിന്ന് പോയി. നിന്റെ ഉള്ളിൽ നിന്നല്ലേ പോയുള്ളൂ, എന്റെ വയറ്റിൽ നിന്ന് പോയടാ. എത്രയാടാ നീ മറ്റേ GT വാങ്ങിച്ച് അച്ഛന്റെ ചില GT വാങ്ങിച്ച് EMI അടിച്ച് നടക്കുന്നതല്ലേ നീ? പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. ഒന്ന് പോടാ, വെറുതെ പുളു പഠിക്കാതെ. ഞാൻ കണ്ടില്ലേ, കുന്നിലെ അമ്മണി ചേച്ചി ശങ്കരേട്ടന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാണ്. ഈ നിമിഷം അവർക്ക് എന്റെ ധ്യാന My God, sentimental and psychological move. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എനിക്കതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല സങ്കടം വരുന്നുണ്ടോ? ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ. ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇവനെ എന്തുകൊണ്ട് ഞാൻ നേരത്തെ മനസ്സിലാക്കില്ല? നിന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിക്കാൻ മാത്രം തെണ്ടിയാണ്. ലക്ഷണം കെട്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. അത്രയ്ക്ക് അതപ്പച്ചാണ് നിന്റെ 1 ലക്ഷം. പോടാ വേണ്ട, ഇവിടെയുള്ള എല്ലാവർക്കും എന്താ പറയാ. കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു മുമ്പ്. മടുത്തു, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി